ഹലോ ഫ്രണ്ട്സ്, വരുൺ രാധിക ലേറ്റസ്റ്റ് റിവ്യൂ. രാധികയാണെങ്കിൽ ആരും കാണാതെ പ്രിയങ്കയുടെ ചിതാഭസ്മം കൊണ്ട് ആ പറമ്പിൽ വന്ന് കുഴിച്ചിടുവാണ്. കുഴിച്ചിട്ടിട്ട് അവിടെ വിളക്കൊക്കെ കത്തിക്കുകയും പൂവിടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതെല്ലാവരും അറിയുന്ന ദിവസം ഇത് ഞാൻ നല്ല പുണ്യമായ നദിയിൽ കൊണ്ട് ഒഴുക്കി എൻ്റെ മോടെ ആത്മാവിന് ഞാൻ ശാന്തി തരുവേ എന്നൊക്കെ കരഞ്ഞിങ്ങനെ പ്രാർത്ഥിക്കുവാണ്. എന്നാൽ ഈ സമയം സുകുമാരി മുത്തശ്ശി പ്രിയങ്ക എന്തോ എടുത്തോണ്ട് പോകുന്നുണ്ടല്ലോ, അതൊരു ചിതാഭസ്മം പോലെ ഉണ്ടല്ലോ കുടത്തി കൊണ്ടുപോകുന്നത്, അതെന്താണെന്ന് അറിയണമെന്ന് വിചാരിച്ചുകൊണ്ട് രാധിക കാണാതെ രാധികയുടെ പുറകെ വന്നിരുന്നെല്ലാം കാണുന്നുണ്ടായിരുന്നു. രാധികയാണെങ്കിൽ സുകുമാരി മുത്തശ്ശി പുറകെ വന്ന് നിൽക്കുന്നത് കാണുന്നതുമില്ല. അങ്ങനെ രാധിക കരഞ്ഞെല്ലാം പ്രാർത്ഥിച്ചിട്ട് നോക്കുമ്പോൾ എന്തോ ഒരു നിഴലനക്കം പോലെ തോന്നുന്നു. പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മുത്തശ്ശി അവിടെ പുറകിൽ തന്നെ നിന്ന് അവൾ ചെയ്തതെല്ലാം കണ്ടോണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. അപ്രതീക്ഷിതമായി മുത്തശ്ശിയെ അവിടെ കണ്ടതും രാധിക അങ്ങ് ഞെട്ടി വിറച്ചങ്ങ് എഴുന്നേറ്റ് നിൽക്കുവാണ്. ദേഷ്യത്തോടെ സുകുമാരിയമ്മ ചോദിക്കുന്നു, എടി ഇതെന്താ അവിടെ നീ കുഴിച്ചിട്ടത്? ഇത് ആരുടെ ചിതാഭസ്മമാ? നീ എന്താ ഇവിടെ കാണിച്ചു കൂട്ടിയത്? പറയടി. രാധികയാണെങ്കിൽ പേടിച്ച് വിറച്ച് നിൽക്കുക. അവൾക്കൊരക്ഷരം പോലും മിണ്ടാൻ കഴിയുന്നില്ല. എന്താടി നീ മിണ്ടാത്തത്? നിന്റെ തന്തയും തള്ളയും നിന്നെ തിരക്കി വന്നോ? അവർ നിന്റെ മുന്നിൽ കിടന്ന് ചത്തോ? പറയടി. നീ മര്യാദയ്ക്ക് സത്യം പറഞ്ഞു. നിന്റെ പ്രവൃത്തിയിൽ എന്തൊക്കെയോ കള്ളമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. പറയടി സത്യം. പറഞ്ഞില്ലെങ്കിൽ ഞാൻ തല്ലിക്കൊല്ലു എന്നും പറഞ്ഞ് രാധികയെ മുത്തശ്ശി തല്ലുന്നുണ്ട്. സുകുമാരിയമ്മ ദേഷ്യപ്പെട്ടിട്ടും അടിച്ചിട്ടും രാധിക ഒന്നും പറയുന്നില്ല. രാധിക നിന്ന് കരയുവാണ്. എടി നിന്നോട് പറയാനല്ലേ പറഞ്ഞു ഇത് ആരുടെ ചിതാഭസ്മമാണെന്ന്. വീണ്ടും രാധികയിട്ട് തല്ലുവാണ് ആ മുത്തശ്ശി. ഈ വീട്ടുപറമ്പിൽ കൊണ്ടുവന്ന് നീ ആർക്ക് വേണ്ടി മോക്ഷത്തിന് വേണ്ടിയാണ് ഈ കർമ്മങ്ങളൊക്കെ ചെയ്തത്? നീ പറയുന്നുണ്ടോ? എടി മര്യാദയ്ക്ക് പറയാനാ പറഞ്ഞത്. നിന്നെ ഞാൻ കൊന്നുകളയും, മര്യാദയ്ക്ക് പറയടി എന്നും പറഞ്ഞ് വീണ്ടും വീണ്ടും രാധികയെ ഉപദ്രവിക്കുന്നുണ്ട്. ഇപ്പം തന്നെ ഞാൻ ഇതൊക്കെ ദേവനോടും യശോദയോടും പറയാം, വാടി ഇങ്ങോട്ട് എന്നും പറഞ്ഞ് രാധികയെ പിടിച്ച് വലിക്കുവാണ്. എന്തു പറയണമെന്നറിയാതെ രാധിക കരഞ്ഞോണ്ട് പറയുന്നു, മുത്തശ്ശി ഇത് ആരോടും പറയരുത്. എന്താടി പറയരുതെന്നോ? ഇത്രയൊക്കെ വലിയ കാര്യം നീ ചെയ്തു കൂട്ടിയിട്ട് അവരോടൊക്കെ പറയരുതെന്നോ? ഇപ്പം തന്നെ ഞാൻ അവരെ രണ്ടുപേരെയും വിളിച്ചോണ്ട് വന്ന് കാണിക്കാമല്ലോ. യശോദേ യശോദേ, ദേവാ ദേവാ എന്നും വിളിച്ചോണ്ട് മുത്തശ്ശി അങ്ങോട്ട് പോവുകയാണ്. പെട്ടെന്ന് രാധിക പേടിച്ച് വിറച്ച് ആ പറമ്പിലെ ഒരു മരത്തിൻ്റെ ചുവട്ടിലിങ്ങനെ ഒളിച്ചിരിക്കുവാണ്. സുകുമാരിയമ്മ യശോദയെ ദേവ ഇതുങ്ങൾ എവിടെ പോയി കിടക്കുന്നു എന്നും പറഞ്ഞ് ഹാളിലും റൂമിലും എല്ലാം മാറി മാറി നോക്കുവാണ്. യശോദയെ യശോദയെന്ന് വിളിക്കുന്നു. പക്ഷെ അവിടെ അങ്ങും ആരെയും കാണുന്നില്ല. യശോദയും ദേവനും കൂടെ കണിമംഗലത്ത് പോയിരിക്കുന്ന ഇവരോട് പറയാതാണല്ലോ മുത്തശ്ശിക്ക് അതൊട്ട് അറിയത്തതുമില്ല. അവരെ വീണ്ടും അവിടെയൊക്കെ കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുവാണ്. ഒരാവശ്യത്തിന് വിളിച്ചാൽ ഇതുങ്ങളെ ഒന്നും കാണുന്നില്ലല്ലോ എന്നും പറഞ്ഞ് സുകുമാരിയമ്മ വിളിക്കുന്നുണ്ട്. എന്നാൽ ഈ സമയത്ത് ദേവനും യശോദയും കൂടെ കാറിൽ കണിമംഗലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. എന്നാൽ ഈ സമയത്ത് കണിമംഗലത്തോട്ട് ഒരു പോലീസ് ജീപ്പ് അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇത് സൂര്യ മുകളിൽ നിന്ന് കാണുന്നുണ്ട്. പോലീസ് ജീപ്പ് വന്നത് അടുത്ത മുറിയിലിരുന്ന് ചന്ദ്രശേഖരൻ കാണുന്നുണ്ട്. CIയും മറ്റു കോൺസ്റ്റബിളും ഒക്കെ വന്നിട്ട് ആ പരിസരമൊക്കെ ഇങ്ങനെ നോക്കുവാൻ. അവിടെ നോക്ക്, ഇങ്ങോട്ട് മാറി നോക്ക് എന്നൊക്കെ അവരങ്ങനെ അവിടെ നിന്ന് പറയുന്നുണ്ട്. ഇവരെന്തൊക്കെയാണ് അവിടെയൊക്കെ നോക്കുന്നത്? ഇനി എന്തെങ്കിലും തെളിവ് കിട്ടുമോ എന്നൊക്കെ ഇങ്ങനെ സംശയത്തോടെ നോക്കി നിൽക്കുവാണ് സൂര്യ. എന്തിനാണ് ഇവരിപ്പോഴും ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? എന്താണ് അവരവിടൊക്കെ തിരയുന്നത്? അത് അന്വേഷിക്കാനായിട്ട് സൂര്യ താഴോട്ട് വരുന്നുണ്ട്. ഈ സമയത്താണ് വരുൺ മുറിയിലിരിക്കുവാണ്. സൂര്യ എളുപ്പം വന്ന് വരുണിനോട് കാര്യം പറയുന്നത്, പുറത്ത് പോലീസ് വന്നിട്ടുണ്ടെന്നൊക്കെ. പോലീസോ? എന്താ കാര്യം? എന്തിനാ അവർ വന്ന്? അതൊന്നും എനിക്കറിയില്ല, നീയും കൂടെ വാ എന്നും പറഞ്ഞ് വരുണും സൂര്യയും കൂടെ അങ്ങോട്ട് വരുവാണ്. ഇതൊക്കെ ചന്ദ്രശേഖർ അവിടെ നിന്ന് കണ്ടുകൊണ്ട് ഉർവശിയോട് പറയുന്നു, ഉർവശി നീ ഇതൊക്കെ കണ്ടില്ലേ? ഈ കണിമംഗലത്തിൻ്റെ വിധി എഴുതാനായിട്ട് വന്നതാണ് ആ പോലീസുകാർ. ഇനി ഇവരുടെ ഈ അന്വേഷണത്തിൻ്റെ ഫലം സൂര്യയെയും വരുണിനെയും രാധികയെയും കസ്റ്റഡിയിലെടുക്കാനായിരിക്കും. ഉർവശി പറയാം, ഞാൻ പോയി ഇതെല്ലാവരെയും ഒന്ന് അറിയിക്കട്ടെ. ആദ്യം കൽപ്പനയെ അറിയിക്കാം. കൽപ്പനയെ അറിയിച്ചു കഴിഞ്ഞാലേ പിന്നെ അവളെല്ലാവരെയും പോയി അങ്ങ് അറിയിച്ചോളും. ഇങ്ങനെ ഒറ്റയടിക്ക് കൊല്ലാതെ ഈ വേദനിപ്പിച്ച് കൊല്ലുന്ന ഒരു സുഖമുണ്ടല്ലോ, അതൊക്കെ നിന്നോട് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകത്തില്ല. നീ ചെന്ന് എല്ലാവരോടും പറഞ്ഞോ എന്നിങ്ങനെ പറയുന്നുണ്ട് ശേഖർ. അവരെ അങ്ങനെ പോലീസ് പിടിച്ചോണ്ട് പോകുക എന്നുള്ള സന്തോഷത്തിൽ നിൽക്കുവാണ് ശേഖർ. ഉർവശിയും വലിയ സന്തോഷത്തോടെ ഉർവശി കൽപ്പനയുടെ അടുത്തോട്ട് പോവുകയാണ്. അങ്ങനെ പോലീസുകാർ ഹാളിലോട്ട് വന്നിരിക്കുവാണ്. വരുണും സൂര്യയും കൂടെ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നു, എന്താ സാറേ? അതെ, പ്രിയങ്കയുടെ മരണത്തിൽ നിങ്ങൾക്ക് ആരെയെങ്കിലും സംശയമുണ്ടോ? ഞങ്ങൾക്കാരെയും സംശയമില്ലെന്ന് സൂര്യ പറയുന്നു. എന്നാൽ ഇത് ആസൂത്രിതമായ കൊലപാതകമാണെന്ന് ചിലർ പറയുന്നുണ്ട്. ഈ വാർത്തകളൊക്കെ ഇനി അധികം വൈകാതെ മീഡിയാസിൻ്റെ കൈകളിൽ എത്തുകയും ചെയ്യും. പിന്നെ ചോദ്യം ചെയ്യലും ജഡ്ജ്മെൻറ്റും എല്ലാം പിന്നെ അവരുടെ കൈകളിലായിരിക്കും. അതുകൊണ്ട് പ്രിയങ്കയുടെ കൊലപാതകയെ കണ്ടുപിടിച്ചേ പറ്റൂ. വരുണിനോട് CI ചോദിക്കുന്നത്, പ്രിയങ്ക എപ്പോഴാണ് കഴിഞ്ഞ ദിവസം വീട് വിട്ടു പോയത്?
എപ്പോഴാ പ്രിയങ്ക ഇറങ്ങിപ്പോയെന്ന് കൃത്യമായിട്ട് പറയാൻ അറിയില്ല. രാത്രിയിൽ എല്ലാവരും ഉറങ്ങാൻ പോകുമ്പോൾ അവളിവിടെ ഉണ്ടായിരുന്നു. രാവിലെ അവളുടെ അച്ഛൻ അവളെ കാണണമെന്നും പറഞ്ഞ് വിളിച്ചിരുന്നു. അപ്പോഴാണ് അവൾ ഇവിടെ ഇല്ലെന്നുള്ള കാര്യം പോലും ഞങ്ങൾ അറിയുന്നത്. അപ്പോൾ CI വരുണിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ? അത് കേട്ടിട്ട് സൂര്യ പറയുന്നു, സാറേ അത് ഈ ദാമ്പത്യത്തിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ മാത്രമാണ്. വലിയ പ്രശ്നമുണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു പെൺകുട്ടിക്ക് വീട് വിട്ട് ഇറങ്ങിപ്പോകേണ്ട പ്രശ്നം ആയേക്കാം എന്നൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയില്ലല്ലോ. ഈ കുടുംബത്തിലോ മറ്റെവിടെയെങ്കിലും ആർക്കെങ്കിലും പ്രിയങ്കയോട് വളരെ ശക്തമായ വൈരാഗ്യം ഉള്ളതായിട്ട് നിങ്ങൾക്കറിയാമായിരുന്നു? ഒരാളെ കൊല്ലുന്ന രീതിയിലുള്ള വൈരാഗ്യം ആർക്കെങ്കിലും ഉള്ളതായിട്ട് അറിയാമായിരുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ശേഖർ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുക, എന്താ സാറേ ഇതൊക്കെ? പ്രിയങ്ക കൊല്ലപ്പെട്ടത് പുറത്തു വച്ചല്ലേ? പ്രിയങ്കയുടെ കൊലയാളികളെ സാറ് കണിമംഗലത്ത് വന്നാണോ അന്വേഷിക്കുന്നത്? അത് കേട്ടിട്ട് CI പറയുക, ഈ അന്വേഷണത്തിൻ്റെ റൂട്ട് എങ്ങനെയൊക്കെ ആകണമെന്നൊന്നുമേ നിങ്ങൾ എന്നെ ക്ലാസ് എടുത്ത് പഠിപ്പിക്കുകയൊന്നും വേണ്ട. എന്നിട്ട് വരുണിനോട് ചോദിക്കുന്നു, നിങ്ങൾ പ്രിയങ്കയായിട്ട് വഴക്ക് കൂടാറുണ്ടായിരുന്നില്ലേ? നിങ്ങൾ തല്ലാറുമൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? അതെ സാറേ, തല്ലിയിട്ടുണ്ട്. അവൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ശേഖരൻ പെട്ടെന്ന് പറയുന്നു, തല്ലിപ്പോവും സാറേ. സ്ത്രീകളുടെ നാവ് അത്രയ്ക്ക് വലുതാ. അവരുടെ ചില വാക്കുകൾ കേട്ട് കഴിയുമ്പോൾ നമ്മുടെ നിയന്ത്രണം വിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകും. ചന്ദ്രശേഖരൻ്റെ ആ വർത്തമാനം കേട്ടപ്പോൾ CI പറയുക, നിങ്ങളെ ഞാൻ പിന്നെ ചോദ്യം ചെയ്തോളാം. ഈ വീട്ടിൽ CCTV ഒന്നും ഇല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ സൂര്യ പറയുന്നത്, സാറേ ഉണ്ട്, പക്ഷെ കുറേ നാൾ കൊണ്ട് അത് കംപ്ലൈൻ്റ് ആണ്. അതെയോ, അതെന്ത് പറ്റി? നിങ്ങളെപ്പോലുള്ള കുടുംബത്തിലേ അതങ്ങനെ കംപ്ലൈൻ്റ് ആയിട്ട് കിടക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അത് നന്നാക്കാൻ വേണ്ടി ടെക്നീഷ്യന്മാരെ വിളിച്ചിരുന്നു സാറേ. അവർ വരാഞ്ഞപ്പോൾ പിന്നെ അതങ്ങ് വിട്ട്. പിന്നെ അകത്തെ ക്യാമറയുണ്ട്, അതേ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുള്ളൂ എന്ന് ശേഖർ പറയുന്നുണ്ട്. അപ്പോൾ അകത്തെ ക്യാമറ ഉണ്ടല്ലേ, അത് ഞങ്ങളുടെ ഓഫീസ് കാര്യങ്ങൾക്കായിട്ട് ഞങ്ങൾ യൂസ് ചെയ്യുന്നതാണ് സാറേ. അത് വീടിനകത്ത് തന്നെയാണോ അതോ സെപ്പറേറ്റ് ആണോ എന്ന് പോലീസ് ചോദിക്കുമ്പോൾ വരുൺ പറയുന്നു, ഇല്ല വീടിനകത്ത് തന്നെയാണ് സാർ. നിങ്ങൾ എന്നിട്ട് ആ CCTVയിൽ ചെക്ക് ചെയ്തിരുന്നോ? ഇല്ല സാർ എന്ന് സൂര്യ പറയുമ്പോൾ, എന്തുകൊണ്ട്? നിങ്ങളുടെ വീട്ടിലെ ഒരാളെ കാണാതായപ്പോൾ നിങ്ങൾ ആ CCTVയിൽ എന്തുകൊണ്ട് നോക്കിയില്ല? അത് കേട്ടിട്ട് ശേഖർ വീണ്ടും പറയുന്നു, സാറേ അത് ഓഫീസിൻ്റെ കാര്യത്തിന് വേണ്ടിയുള്ളതല്ലേ, അതുകൊണ്ട് ഞങ്ങളാരും അത് ചെക്ക് ചെയ്യാൻ നോക്കിയില്ല. അത് കേട്ടിട്ട് CI ചോദിക്കുന്നു, നിങ്ങൾ ചെക്ക് ചെയ്യാതിരുന്നതോ അതോ മനഃപൂർവ്വം വേണ്ടാന്ന് വെച്ചതോ? എന്താ സാറേ, സാർ ഒരുമാതിരി കൊലപാതകളോട് സംസാരിക്കുന്ന പോലാണല്ലോ സംസാരിക്കുന്നത്. ഇതൊക്കെ ഒരു പക്ഷേ കേസിൻ്റെ ഭാഗമാകാം, എന്നാലും ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ചില രീതികളൊക്കെ ഉണ്ട്. ശരി, ആ റൂം അവിടെ, നമുക്ക് ആ CCTV ചെക്ക് ചെയ്യാം എന്ന് CI പറയുന്നുണ്ട്. സാർ വന്നോളൂ, കാണിച്ചു തരാം എന്നും പറഞ്ഞ് ശേഖർ വിളിച്ചോണ്ട് പോകുന്നുണ്ട്. സൂര്യയും വരുണും അവരുടെ പുറകിന് പോവുകയും ചെയ്യുന്നുണ്ട്. ഈ സമയം മുത്തശ്ശിയാണെ പൂജാ റൂമിൽ ഇന്ന് പ്രാർത്ഥിക്കുകയാണ്. അത് കണ്ടിട്ട് ഉർവശി പറയാം, പ്രാർത്ഥിച്ചോ, ഇനി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കത്തതേ ഉള്ളു. എന്നിട്ട് ഉർവശി നേരെ പോകുന്ന അടുക്കളയിലോട്ടാണ്. അടുക്കളയിൽ പത്മിനി ചായ ഇട്ടുകൊണ്ട് നിൽക്കുവാണ്. അത് കണ്ടുകൊണ്ട് ഉർവശി മനസ്സിൽ പറയാം, അയ്യടാ പാവ, പൊന്നുമോനെ ഇപ്പോൾ പോലീസുകാർ കൊണ്ടുപോകും. എന്നിട്ട് ഉർവശി പരമേശ്വരൻ്റെ മുറിയിൽ പോയി എത്തി നോക്കുന്നുണ്ട്. പരമേശ്വരൻ ഇതൊന്നും അറിയുന്നില്ല. അയാൾ അവിടുന്ന് ഫയലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. ഉർവശി അങ്ങനെ ഓരോരുത്തരുടെയും മുറിയിൽ ഓരോരുത്തരെ എന്ത് ചെയ്യുവാന്നൊക്കെ നോക്കിയിട്ട് നേരെ കൽപ്പനയുടെ അടുത്തോട്ട് വരുവാണ്. അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഒന്നും അറിയാതെ കൽപ്പനയാണെങ്കിൽ ഭയങ്കര മേക്കപ്പൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ട് നിൽക്കുവാണ്. ഇവിടെ പോലീസുകാരൊക്കെ വന്ന് ഓരോന്ന് തിരയുന്നുണ്ടെന്ന് ഞാൻ എല്ലാവരോടും പറയുന്നതിന് മുമ്പ് അതിനേക്കാൾ നല്ലത് ആ ജോലി കൽപ്പനയെ കൊണ്ടങ്ങ് ചെയ്യിക്കാം എന്നും പറഞ്ഞ് കൽപ്പനയോട് പറയുവാണ്. എന്നിട്ടൊന്നും അറിയാത്തവളെ പോലെ ഉർവശി കൽപ്പനയോട് ചോദിക്കുന്നു, കൽപ്പനയെ സൂര്യ നിന്നോട് വല്ലതും പറഞ്ഞായിരുന്നോ? പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യുകയോ അതോ പോലീസിനെ വിളിക്കുന്നെന്നോ മറ്റോ? കൽപ്പന ചോദിക്കുന്നു, പോലീസോ? എന്നോട് സൂര്യ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ നിന്നോട് എന്തുവാ സൂര്യ പറയാറുള്ളത്? എന്നാലേ പുറത്ത് തണ്ട പോലീസ് വന്ന് നിൽക്കുന്നു. പോലീസ് എന്തിനായിരിക്കും വന്നത്? അത് എനിക്കെന്തോ അറിയാം. വേണ്ട, സൂര്യയോടും വരുണിനോടും എന്തൊക്കെയോ ചോദിക്കുന്നു. എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്നാണ് തോന്നുന്നത്. എന്നാൽ ഞാൻ പോയെന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് കൽപ്പന അങ്ങോട്ട് പോവാണ്. അത് കണ്ടുകൊണ്ട് ഉർവശി പറയാം, എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ്, ഇനി അവളായി അവിടെ പാടായി. പോലീസുകാർ ആ CCTV ഒക്കെ ഇങ്ങനെ പരിശോധിക്കുവാണ്. പക്ഷെ ഒന്നും കാണുന്നില്ല. പിന്നെ സൂക്ഷിച്ചു നോക്കുമ്പോൾ 3 പേർ ആ റൂമിലോട്ട് കയറുന്നത് കാണുന്നുണ്ട്. അവരങ്ങനെ റൂമിനകത്തോട്ട് കയറുന്നത് കണ്ടിട്ട് ഇവരെല്ലാവരും അങ്ങ് ടെൻഷൻ ആവുകയാണ്. എന്നിട്ട് അവർ 3 പേരും ചേർന്ന് പ്രിയങ്കയെ ഇങ്ങനെ താങ്ങിയെടുത്തോണ്ട് പോകുന്നതാണ് കാണുന്നത്. അതെല്ലാം കണ്ടിട്ട് പോലീസുകാർ പുറത്ത് വന്നിട്ട് അവരോട് ചോദിക്കുന്നു, നിങ്ങൾ എന്താണ് എന്നോട് പറഞ്ഞത്? പ്രിയങ്ക സിനിമയിൽ അഭിനയിക്കാൻ പോയിരിക്കുന്നു എന്നാണല്ലേ? ചിലപ്പോൾ അവിടെ വച്ച് ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കാം എന്നൊക്കെയല്ലേ പറഞ്ഞത്? ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. പക്ഷേ CCTV പരിശോധിച്ചിട്ട് പ്രിയങ്ക ഈ വീട്ടിൽ നിന്നാണ് തട്ടിക്കൊണ്ട് പോയിരിക്കുന്നത്. സ്വന്തം ഭാര്യയെ കടത്തിക്കൊണ്ട് പോകുന്നത് ഒരേ ബെഡ്റൂമിൽ കിടന്നിട്ട് നിങ്ങൾ കണ്ടില്ലായിരുന്നോ മിസ്റ്റർ വരുൺ? ഞങ്ങൾ മനസ്സിലാക്കിയിടത്തോളം ഇപ്പോൾ ഇതിലൊരു ഉത്തരവേ ഉള്ളൂ. ഒന്നുകിൽ പ്രിയങ്കയെ ആരോ ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോയി, അല്ലെങ്കിൽ പ്രിയങ്കയെ കടത്തിക്കൊണ്ട് പോകാൻ നിങ്ങൾ കൂട്ടുനിന്നു. വരുൺ പറയുന്നു, സാറേ ഞാനും പ്രിയങ്കയും തമ്മിൽ അത്ര രസത്തിലല്ലായിരുന്നു. ഞങ്ങൾ 2 പേരും 2 മുറിയിലാണ് ഉറങ്ങുന്നത്. ഇത് സത്യമാണ് സാർ എന്നിങ്ങനെ സൂര്യയും പറയുന്നുണ്ട്.
ആ സമയത്താണ് കൽപ്പന അങ്ങോട്ട് വരുന്നത്. എന്തിനാണ് നിങ്ങൾ വഴക്കിടുന്നത്? എന്താ നിങ്ങളുടെ വഴക്കിൻ്റെ പ്രശ്നം? അത് സാർ, വിവാഹം കഴിഞ്ഞത് മുതൽ ഞങ്ങൾ ചേരില്ലായിരുന്നു. എന്നാൽ ഇതൊരു സാധാരണ സംഭവമല്ല. പ്രിയങ്കയെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി താനങ്ങനെ വല്ല മാർഗവും ഉപയോഗിച്ചതാണോ? എന്നിട്ടും അവൾ വഴങ്ങുന്നില്ലെന്ന് മനസ്സിലായപ്പോൾ അവളെ ഇവിടുന്ന് തട്ടിക്കൊണ്ടുപോകാൻ മറ്റാരെയൊക്കെയോ നിങ്ങൾ ഉപയോഗിച്ചു. അതല്ലേ സത്യം? അത് കേട്ടിട്ട് ശേഖർ ചോദിക്കുന്നു, സാറേ, ഈ വീട്ടിൽ നിന്ന് ഒരാളെ കാണാതെ പോയാലേ അത് ഈ വീട്ടിലുള്ളവർ തന്നെ തട്ടിക്കൊണ്ടുപോയതെന്ന് എങ്ങനെ സാർ അങ്ങനെ പറയാൻ പറ്റുന്നത്? സാറിൻ്റെ ചോദ്യമൊക്കെ കേട്ടാൽ കണിമംഗലം ക്രിമിനലുകളുടെ താവളമാണെന്ന് തോന്നുന്നല്ലോ. CI പറയുന്നുണ്ട്, വരുണെ, എനിക്ക് കേസിൻ്റെ കാര്യത്തിൽ നിങ്ങളെ ചോദ്യം ചെയ്യേണ്ടി വരും. നിങ്ങളെ മാത്രമല്ല, ഈ വീട്ടിലുള്ള ഓരോരുത്തരെയും എനിക്ക് ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് കേട്ടപ്പോൾ ഉർവശിയും മറ്റുള്ളവരുമൊക്കെ ആകെ ടെൻഷനാകുന്നുണ്ട്. കൂടുതലും ടെൻഷൻ ഉർവശിക്കാണ്. ഉർവശിയെ ചോദ്യം ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ ഉർവശിയുടെ വായിൽ നിന്ന് വീണു പോകുമോ എന്ന് പേടിച്ചിങ്ങനെ ഉർവശി നിൽക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ കൊലപാതകം എല്ലാം നടത്തി പോലീസിനെയും വിളിച്ചു വരുത്തി ഒന്നും അറിയാത്ത നല്ല പിള്ള പോലെ ചമഞ്ഞു നിൽക്കുന്ന ശേഖറിൻ്റെ യഥാർത്ഥ മുഖം വരുണും സൂര്യയും മനസ്സിലാക്കുമോ? രാധികയെ അവിടെ കുഴിച്ചിട്ട് പ്രിയങ്കയുടെ ചിതാഭസ്മമാണെന്ന് രാധികയ്ക്ക് എല്ലാവരോടും തുറന്ന് പറയേണ്ടി വരുമോ എന്നൊക്കെയുള്ള റിവ്യൂവുമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.